ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരീക്ഷിക്കപ്പെടുന്ന വിശ്വാസത്തെ ധ്യാനിക്കാം. ക്രൈസ്തവ വിശ്വാസം പരീക്ഷണങ്ങൾക്ക് വിധേയമാണ്. നാം പ്രതീക്ഷിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം സംഭവിക്കണമെന്നില്ല. കാരണം എന്തെന്നോ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നാം അറിയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. എന്നാൽ നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം തൻ്റെ ഹിതം നമ്മളിൽ നിറവേറ്റുക. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഏറെ കാത്തിരിക്കേണ്ടി വരുന്നു, പ്രത്യാശയോടുകൂടി ജീവിക്കേണ്ടി വരുന്നു. ഇന്നത്തെ സുവിശേഷം മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ വിജാതിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ പരീക്ഷണത്തിന് വിധേയയാകുന്നു. സീറോ ഫെനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു അവൾ. തൻ്റെ മകൾക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ വലിയ കൃപാവരം യാചിക്കുമ്പോൾ യേശു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ വിശ്വാസത്തോടെ മറുപടി പറയുന്നു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് വീഴുന്നവ നായ്ക്കൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. യേശു അവളോട് പറയുന്നു, നീ പറഞ്ഞ ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. നിന്റെ മകൾ തീർച്ചയായും സൗഖ്യമുള്ളവളാകും. അവൾ വീട്ടിൽ ചെന്നപ്പോൾ മകൾ സൗഖ്യമുള്ളവളായി പിശാച് ബാധയിൽ നിന്ന് മോചിതയായി കാണപ്പെട്ടു. ഇതാണ് ക്രിസ്തു. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ സംശയത്തിന് ഇടവരുന്ന ഏറെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് വലിയൊരു വെല്ലുവിളിയും വിശ്വാസത്തിൽ കൂടുതൽ ബലപ്പെട്ട് ജീവിക്കുവാൻ പ്രചോദനവുമാകുന്നു. അന്യജാതിക്കാരിയായ ഒരു പെൺകുട്ടിയെ യേശു സുഖപ്പെടുത്തുമോ എന്ന് അറിയുവാൻ വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം, യഹൂദ സമൂഹമുണ്ടായിരുന്നു. അവിടെ എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് ക്രിസ്തു അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ അവളുടെ ധീരമായ മറുപടി ക്രിസ്തു അവളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കാരണമായി. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് എത്രമാത്രം ആഴമുണ്ടോ അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവിക ശക്തിയും നമ്മളിൽ ഇടപെടും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ പരീക്ഷിക്കപ്പെടുന്നതായി വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നുണ്ട്. എന്നാൽ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസമെന്ന് അനേകരുടെ ജീവിത അനുഭവത്തിലൂടെ തെളിയിക്കുന്നുണ്ട്. സഹനത്തിലൂടെ കടന്നുപോയ ജോബും യാക്കോബും അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും അപ്പോസ്തലന്മാരും സഹിക്കുന്നുണ്ട്. ആ സഹനത്തിനൊടുവിൽ, ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ അവരുടെ ജീവിതം വിജയമായി, അനുഗ്രഹമായി ലോകത്തിന് നൽകപ്പെട്ടു. നമ്മുടെ ജീവിത സഹനത്തിൽ തളർന്നു പോകാതെ പരീക്ഷണത്തിൽ പ്രത്യാശയോടെ നിലനിൽക്കുവാൻ കൃപാവരം ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.